السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിൻ്റെ വിശദീകരണമാണ് നാം ആരംഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. തഫ്സീറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന സുപ്രധാനമായ ചില പാഠങ്ങളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഏതാനും ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ലൈംഗിക സദാചാര മേഖലയിലെ സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വലിയകളും ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടനവധി മര്യാദകൾ ഈ അധ്യായം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിടത്ത് പ്രത്യേകം പറഞ്ഞത് ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ, നിങ്ങൾ ഈ ദുനിയാവിനെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. അവരുടെ തന്ത്രങ്ങൾ, അവരുടെ മറ്റു ഫിത്നകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ അധ്യായം ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോപണമുണ്ടായാൽ ആ വിഷയത്തിൽ നീതിപൂർവം സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ അധ്യായം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ നേരെയാണ് വന്നത് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണ്, പിറകിൽ നിന്നാണ് കുപ്പായം കീറിപ്പോയതെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതാണ് ശരി എന്നിങ്ങനെ വളരെ നീതിപൂർവം ആ വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിൻ്റെ ശരിയായ വശം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തത്തുല്യമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായ്വ് കാണിക്കാതെ, യഥാർത്ഥത്തിൽ അദ്ദേഹം ആ കുടുംബക്കാരനാണ്, എന്നിട്ട് പോലും ആ കുടുംബത്തിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്ത് നീതിപൂർവമാണ് അത്തരം വിഷയത്തിൽ ഇടപെടേണ്ടത് എന്ന് അദ്ദേഹം മാതൃകയാക്കി കാണിച്ചു തന്നു. ഈ അധ്യായം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതേപോലെ തന്നെ മനുഷ്യബുദ്ധിയെ ഇല്ലാതെയാക്കുന്ന അപകടം പിടിച്ച കാര്യമാണ് പ്രണയം. ഒരാളോട് തോന്നുന്ന ഇഷ്ക്, ഒരാളോട് തോന്നുന്ന മഹബത്ത്, അത് ഒരാളുടെ ബുദ്ധിയെ ഇല്ലാതെയാക്കി കളയുന്നു, വിശേഷ ബുദ്ധിയെ ഇല്ലാതെയാക്കി കളയുന്നു. മാത്രമല്ല തന്ത്രങ്ങൾ മെനയാൻ അതവരെ
പ്രാപ്തരാക്കി തീർക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെയുള്ള മഹാനായ ഒരു വ്യക്തിത്വത്തെ ജയിലിലേക്ക് അയക്കാൻ വരെ അവർ തയ്യാറാകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ വിശേഷബുദ്ധിയെ ഇല്ലാതെയാക്കുകയും വലിയ തന്ത്രങ്ങൾ ആളുകൾക്കിടയിൽ മെനയാൻ പ്രേരിപ്പിക്കുകയും ചതിക്കാനും വഞ്ചിക്കാനും വരെ ആളുകളെ പ്രേരിപ്പിക്കുന്ന അപകടം പിടിച്ച കാര്യമാണ് പ്രണയമെന്നുള്ളത്. അതുകൊണ്ട് വിവേകമതികളായ ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ് എന്ന പാഠം ഈ അധ്യായം നൽകുന്നു. വ്യഭിചാരം മാത്രമല്ല, ആ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ചെറിയ വഴികൾ പോലും അടച്ചു കളയണം എന്നും ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിനു പുറമെ ഈ അധ്യായം നൽകുന്ന വളരെ വലിയൊരു പാഠം, അധർമ്മത്തെക്കാളും തോന്നിവാസത്തെക്കാളും ജയിലിൽ പോകേണ്ടി വന്നാലും അതാണ് പ്രിയങ്കരം. തൻ്റെ ഇടമുള്ള ആളുകൾക്ക്, വിവേകമുള്ള ആളുകൾക്ക് അധാർമികമായ ജീവിതത്തേക്കാൾ ജയിലാണ് പ്രിയങ്കരം എന്ന വളരെ വലിയ ഒരു പാഠം ഈ അധ്യായം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, അവർ ക്ഷണിക്കുന്ന വ്യഭിചാരത്തേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. ജയിലിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പൊതുവെ ഒരാൾ പറയുക എന്താണ്? സാധാരണക്കാരനായ ഒരാൾ പറയുക, എന്നെ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് നിന്നു എന്നാണല്ലോ പറയേണ്ടത്. നേരെ മറിച്ച് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും ഈ തിന്മക്ക് ഞാനില്ല എന്ന് പറയുന്ന തൻ്റേടിയായ ധാർമ്മിക ബോധമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു യുവാവിൻ്റെ സ്വഭാവം, ആ യുവാവിൻ്റെ തൻ്റേടം ഈ അധ്യായം അതും നമുക്ക് മനസ്സിലാക്കി തരുന്നു, വിശദീകരിച്ചു തരുന്നു. അതുപോലെ തന്നെ ഈ അധ്യായം നൽകുന്ന മറ്റൊരു പാഠമാണ് മനുഷ്യൻ്റെ നല്ല പെരുമാറ്റം. അത് പ്രബോധന വിഷയത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ്. അതുകൊണ്ടാണ് ജയിലിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ആ അദ്ദേഹത്തോടൊപ്പം ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. കാരണം താങ്കളെ മുഹ്സിനീങ്ങളിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഒരു നല്ല മനുഷ്യനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ഞങ്ങളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകണം. അപ്പോൾ ആ ജയിലിൽ വേറെയും ആളുകളുണ്ടായിട്ടും അവർ എന്തുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സമീപിച്ചത്? യൂസുഫ് നബിയുടെ പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വവും അവരെ ആകർഷിച്ചു. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വം കൊണ്ടായിരിക്കണം മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കേണ്ടത്. താൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുവാൻ അത് ഏറെ ഉപകാരപ്പെടും എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ് എന്നും ഈ അധ്യായം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. എൻ്റെ പിതാക്കൾ അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെയുള്ള എൻ്റെ പിതാക്കളുടെ മേൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ അനുഗ്രഹമാകുന്ന തൗഹീദിലേക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് തന്നെ ആ തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ അധ്യായം നൽകുന്ന മറ്റൊരു പാഠമാണ്, ഏതു പരീക്ഷണങ്ങളാണെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ജയിലിലുണ്ടായിരുന്ന ഒരാൾ മോചിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞത്, എൻ്റെ കാര്യം രാജാവിൻ്റെ അടുത്ത് പോയി പറയണം, എൻ്റെ വിഷയം അവിടെ പോയി സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് ശ്രദ്ധിച്ചേക്കാം, എന്നെക്കുറിച്ച് ചിന്തിച്ചേക്കാം.
അങ്ങനെ എനിക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു കാരണമുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ അദ്ദേഹം സമീപിക്കുകയും ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന ആളോട് രാജാവിൻ്റെ അടുത്ത് പോയി എന്നെക്കുറിച്ച് പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ കാരണങ്ങളെ നമ്മൾ സമീപിച്ചേ മതിയാകൂ. നമ്മെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയാകൂ. അത് ആരുടെ മുന്നിലാണോ നമ്മെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിക്കേണ്ടത്, അത് രാജാവിൻ്റെ മുന്നിലാണെങ്കിൽ അങ്ങനെ, മറ്റേതൊരു ഭരണകൂടത്തിൻ്റെ മുന്നിലാണെങ്കിലും അങ്ങനെ, അവരോട് തന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുവാനും രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ അന്വേഷിക്കുവാനും ഈ അധ്യായം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏത് വലിയ നന്മകളും മനുഷ്യനെ പിശാച് മറപ്പിച്ച് കളയുമെന്നും പിശാചിൻ്റെ ഷർറിൽ നിന്ന് എപ്പോഴും കാവൽ തേടേണ്ടതുണ്ട് എന്നും ഈ അധ്യായം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ നിർണായകമായൊരു കാര്യമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിയെ ഏൽപ്പിച്ചത്. രാജാവിൻ്റെ അടുത്ത് പോയിട്ട് എന്നെക്കുറിച്ച് പറയണം. പക്ഷേ പിശാച് ആ വിഷയം മറപ്പിച്ച് കളഞ്ഞു. ആ മറപ്പിച്ച് കളഞ്ഞത് കാരണത്താൽ വീണ്ടും കുറേ കാലം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. നോക്കൂ നിങ്ങൾ, ആ വ്യക്തിയോടത് പറഞ്ഞേൽപ്പിച്ചതാണ്. അദ്ദേഹം അത് മറന്നതിൻ്റെ പേരിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മറ്റൊരാളുടെ മറവി പോലും നമുക്കൊരു പരീക്ഷണമായി മാറിയേക്കാം. പക്ഷേ നാം ക്ഷമിക്കുക, ക്ഷമ അവലംബിക്കുക. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമാണ്. അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറുണ്ടോ? മാത്രമല്ല വളരെ നിർണായകമായ വിഷയങ്ങൾ വരെ പിശാച് മറപ്പിച്ച് കളയും. അതുകൊണ്ട് എപ്പോഴും പിശാചിൽ നിന്ന് കാവൽ തേടേണ്ടതുണ്ട് എന്ന ഒരു പാഠം ഈ അധ്യായം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിലെ ഭരണാധികാരി ആ രാജ്യത്തിലെ ജനങ്ങളുടെ സുഖത്തിനു വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി മുൻകരുതലുകൾ എടുക്കണമെന്ന പാഠം ഈ അധ്യായം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് രാജാവ് കണ്ട സ്വപ്നത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യാഖ്യാനിച്ചപ്പോൾ അവിടെയുള്ള കൃഷിയെ, ധാന്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആദ്യം എത്ര എടുക്കണം, എത്ര ബാക്കി വെക്കണം, എങ്ങനെ കരുതി വെക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ പറയപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊരു ഭരണകൂടവും ഏതൊരു ഭരണാധികാരിയും തങ്ങളുടെ ജനങ്ങളുടെ നന്മകൾക്ക് വേണ്ടി കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടുകൂടി കാണേണ്ടതുണ്ട് എന്ന ഒരു പാഠം ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്, ഏതൊരു കോംപ്രമൈസിൻ്റെയും മുമ്പേ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുള്ള കോംപ്രമൈസ്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിളിച്ച ഉടനെ തന്നെ ഇറങ്ങിപ്പോയില്ല അദ്ദേഹം. മറിച്ച് പറഞ്ഞത്, എന്നെക്കുറിച്ചുള്ള ഒരു ആരോപണം അവിടെയുണ്ട്, ആ ആരോപണത്തിൻ്റെ സത്യാവസ്ഥയിൽ അദ്ദേഹം എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ, എൻ്റെ നിരപരാധിത്വം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ, അതറിഞ്ഞിട്ടേ ഞാൻ ജയിലിൽ നിന്നുള്ളൂ എന്നാണ് ആര് പറയുന്നത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഒരു വേള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞു, യൂസുഫ് നബിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിളിച്ച ഉടനെ തന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമായിരുന്നു. കാരണം ഒരുപാട് കാലമായി ജയിലിൽ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ക്ഷമ നോക്കൂ നിങ്ങൾ. അപ്പോൾ കോംപ്രമൈസിന് മുമ്പ് കാര്യങ്ങളിൽ ഒരു തീരുമാനമെത്തട്ടെ. എന്നാൽ പല കോംപ്രമൈസുകളും പല ഐക്യങ്ങളും കാര്യങ്ങളിൽ തീരുമാനിക്കാതെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയായ ഒരു നിലപാടല്ല. വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടേ സഹകരണങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ എത്ര വലിയ ആരോപണങ്ങളാണ് നമുക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്നതെങ്കിലും നാം സത്യസന്ധരാണെങ്കിൽ, നിരപരാധികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യാവസ്ഥ ലോകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് മാത്രമല്ല, ആരോപണം പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ അല്ലാഹു മാറ്റിപ്പറയിപ്പിക്കും എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പിന്നീട് ആ സ്ത്രീ തന്നെ പറഞ്ഞു, അദ്ദേഹം നിരപരാധിയാണ്, ഞാനാണ് തെറ്റുകാരി എന്ന് ഏറ്റുപറയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവുകയും അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വം അവിടെ ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ തൻ്റെ കഴിവിൽ ബോധ്യമുള്ള ഒരാൾക്ക്,
തൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് അത്തരമൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ ഭരണാധികാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക വകുപ്പോ സ്ഥാനങ്ങളോ ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ല. പൊതുവേ അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ആ അമാനത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് വലിയ കുറ്റകൃത്യമായി തീരും. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള ഭക്ഷ്യവകുപ്പ് എന്നെ ഏൽപ്പിക്കണം, കാരണം എനിക്കത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ പറയുകയും ആ വകുപ്പ് രാജാവ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പൂർണ്ണമായും അമാനത്തോടുകൂടി നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുമെന്ന് ബോധ്യമുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങുന്നതിൽ വിരോധമില്ല. അത് മസ്ലഹത്താണ്, നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതേപോലെ തന്നെ വലിയ ഉന്നതമായ മസ്ലഹത്തുകൾക്ക് വേണ്ടി ചെറിയ ചില തന്ത്രങ്ങളാവാം, ചതിയോ വഞ്ചനയോ ഇല്ലാത്ത ചില തന്ത്രങ്ങളാവാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സഹോദരനുമായും തൻ്റെ കുടുംബക്കാരുമായും കൂടിച്ചേരാൻ വേണ്ടി അവിടേക്ക് വന്ന ധാന്യത്തിന് വേണ്ടി വന്ന റേഷൻ വാങ്ങാൻ വേണ്ടി വന്ന ആളുകളോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുണ്ടായ ചില തന്ത്രങ്ങളുമെല്ലാം അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണേറ് സത്യമാണെന്നും കണ്ണേറ് തട്ടാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണമെന്നും ഈ അധ്യായം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറയുന്നത്, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത്. കാരണം അവരെല്ലാം ആൺകുട്ടികളാണ്, നല്ല സൗന്ദര്യമുള്ളവരാണ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. അവരെല്ലാവരും കൂടെ ഒരു വാതിലിലൂടെ വരുമ്പോൾ ആളുകൾ അവരെ കണ്ടിട്ട്, അവരുടെ സൗന്ദര്യം കണ്ടിട്ട്, അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ട് ഇതൊക്കെ ഒരു കുടുംബത്തിലെ ആളുകളാണോ എന്നൊക്കെ ചിന്തിച്ച് കണ്ണേറ് തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണം, ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത്. മുഫസ്സിരീങ്ങൾ ഏതാണ്ട് എല്ലാവരും ഇജ്മാഅോടുകൂടി പറഞ്ഞത് അത് കണ്ണേറിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ്. തത്തുല്യമായ സാഹചര്യങ്ങൾ ഇതേപോലെ പ്രവർത്തിക്കൽ അനുവദനീയമാണ് എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ വിഷമങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ കരയുക എന്നുള്ളത് ഒരാളുടെ ഈമാനിനെതിരല്ല, ഒരാളുടെ തഖ്വക്കെതിരല്ല, ഒരാളുടെ ഇഖ്ലാസിനെതിരല്ല. കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞ് 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 അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു എന്നാണ്. അത് തവക്കുലിനെതിരല്ല, അത് കാരുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയുണ്ടായി. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ കരയുകയോ? ഞങ്ങളെ ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുന്ന, ഒരാൾ മരണപ്പെട്ടാൽ വാവിട്ട് കരയരുത് എന്ന് പറയുന്ന അതേ പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്. കരയുന്നതിനെ ഞാൻ എതിർത്തിട്ടില്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് കരയുന്നതാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ പറയുന്നതാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അല്ലാതെ കാരുണ്യത്തിൻ്റെ പേരിൽ ഒരാൾക്ക് കരച്ചിൽ വരുന്നത്, അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നത് പോലും എന്തല്ല, നിഷിദ്ധമായൊരു കാര്യമല്ല. അങ്ങനെ കരച്ചിൽ വന്നേക്കാം. ഒരു മകനോടുള്ള സ്നേഹം കാരണം, ഒരു ഭാര്യയോടുള്ള സ്നേഹം കാരണം, ഒരു ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഒരാൾ കരഞ്ഞേക്കാം, അതിന് വിരോധമില്ല. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയാനോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥയോ ഉണ്ടാവാതിരുന്നാൽ മതി എന്നാണ് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ ഏതു വലിയ പ്രതിസന്ധികളിലും ഭംഗിയായി ക്ഷമിച്ച് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസമുണ്ടാകും. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരു നിരാശയും വേണ്ട, ഒരു നിരാശയും വേണ്ട. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുദീർഘ കാലഘട്ടത്തിലെ ക്ഷമ, ആ ക്ഷമക്ക് പരിഹാരമുണ്ടായി.
കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ട പൊന്നോമന മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു നൽകുന്ന അവസ്ഥയുണ്ടായി എന്നത് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതേപോലെ തന്നെ പോസിറ്റീവായ തിങ്കിങ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്നുണ്ട്, എല്ലാമുണ്ട്. പിന്നീട് ബിനിയാമീനും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, നഷ്ടപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ, പക്ഷേ അവിടെ പിടിക്കപ്പെട്ടു, ജയിലിലകപ്പെട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി രാജാവിനോട് സംസാരിക്കാൻ വേണ്ടി അവരെ തിരിച്ച് പറഞ്ഞയക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അന്വേഷിക്കാനും വർഷങ്ങൾക്ക് ശേഷം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ നിരാശപ്പെടരുത്. നിങ്ങൾ ബിനിയാമിൻ്റെ കാര്യം മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട യൂസുഫിനെ കൂടി നിങ്ങൾ അന്വേഷിക്കണം എന്നാര് പറയുകയാണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. വർഷങ്ങളായില്ലേ, ഇനി എങ്ങനെ തിരിച്ചു വരാൻ, ഇനി എവിടുന്ന് കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിൽ നിരാശപ്പെട്ടില്ല. നെഗറ്റീവായ ചിന്തയൊന്നും ഉണ്ടായില്ല, മറിച്ച് അന്വേഷിക്കാനാണ് പറയുന്നത്. ഈ ഒരു പോസിറ്റീവായ ഒരു ചിന്ത അഥവാ റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണമെന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ എത്ര ക്രൂരത കാണിച്ചാലും, ഒരാൾ നമ്മളോട് ചെയ്ത ക്രൂരതയുടെ പേരിൽ വർഷങ്ങളോളം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അവർക്കൊക്കെ നിരുപാധികം മാപ്പ് നൽകുന്ന ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട്, അഫുവിൻ്റെ കാഴ്ചപ്പാട്, മാപ്പ് നൽകുന്ന കാഴ്ചപ്പാട്, പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ റഹ്മാനായ റബ്ബ് എനിക്ക് പുറത്തു തരണമെങ്കിൽ സൃഷ്ടികൾ എന്നോട് ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഞാൻ അവർക്കും മാപ്പ് നൽകേണ്ടതുണ്ട് എന്ന ഇസ്ലാമിൻ്റെ തുല്യതയില്ലാത്ത കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഈ അധ്യായത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. ഇന്നേ ദിവസം നിങ്ങളോട് എനിക്കൊരു പകയുമില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടവരാണവർ. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സംഘം വന്ന് രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. അതൊരു സാധ്യത മാത്രമാണ്, ഒരു സാധ്യത മാത്രമാണ്. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളില്ലെങ്കിൽ, ഒരു യാത്രാസംഘം അതിലെ വന്നിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് മരണം സംഭവിക്കേണ്ടതാണ്. അങ്ങനെ പൊട്ടക്കിണറ്റിലിട്ടു. പിന്നീട് ഒരു ഖാദിമായി സേവനം ചെയ്യേണ്ടി വന്നു. തൻ്റെ സൗന്ദര്യം കാരണത്താൽ പരീക്ഷണത്തിന് വിധേയമായി ഒരുപാട് കാലം ജയിലിൽ കഴിയേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ആ സഹോദരങ്ങളോട് പറയുന്നത് എന്താണ്? ഒരു പ്രതികാരവും നിങ്ങളോടില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അവൻ പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ്. ആ റബ്ബിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചാണ് ആ മാപ്പ് നൽകിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് നൽകൂ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എങ്കിൽ നിങ്ങളും മറ്റുള്ളവർക്ക് മാപ്പ് നൽകൂ. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരവുമായി നടക്കരുതേ. എത്രയെത്ര സഹോദരങ്ങളാണ് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളായി പിണങ്ങിക്കഴിയുന്നു. ആ പിണക്കം കൊണ്ട് അങ്ങനെ തന്നെ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. എത്ര കുടുംബങ്ങളാണ് പിണങ്ങിക്കഴിയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മാപ്പ് നൽകിയ വിഷയം എത്ര വലിയ കാര്യമാണ്. അതേപോലെയുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നിട്ടും പരസ്പരം പിണങ്ങിക്കഴിയുകയാണ്. മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എല്ലാവരും ഈഗോ ആണ്. ആ ഈഗോയുടെ പേരിൽ മാപ്പ് നൽകാതെ കഴിയുന്ന ആളുകളെ റഹ്മാനായ റബ്ബും നമുക്ക് വിട്ടു തന്നിട്ടില്ലെങ്കിൽ നാം എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഈ പിണങ്ങിക്കഴിയുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടപ്പിറപ്പ് അല്ലെങ്കിൽ എൻ്റെ അയൽവാസി, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കുടുംബക്കാരൻ എന്നോട് ചെയ്ത ഒരു തെറ്റ് ഞാൻ മാപ്പാക്കുകയില്ല മരിച്ചാലും എന്ന് പറയുന്നവരെ, നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് അള്ളാഹുവും അതേ നിലപാട് സ്വീകരിച്ചാൽ നാളെ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന ആ ഒരു അധ്യായം, ആ ഒരു പാഠം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പിശാചു മനുഷ്യൻ്റെ ശത്രുവാണ്. പിശാചു മനുഷ്യൻ്റെ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ.
അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് പിശാച് കാരണത്താലാണ് എന്ന് സൂറത്ത് യൂസുഫിൽ അവസാനത്തിൽ കാണാം. പിശാചാണ് അവിടെ ഇടപെട്ടത്. പിശാചിൻ്റെ ആ തന്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണാം, വഇമ്മാ യഅസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുർബോധനം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. പിശാചിൽ നിന്ന് കാവൽ തടണം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തഖ്വയുള്ള ആളുകളെ പിശാച് ഏതെങ്കിലും നിലക്ക് വസ്വാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ അവർ ഉൾക്കാഴ്ച ഉള്ളവരാകണം. എപ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാവുക? പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. നേരെ മറിച്ച് പിശാചുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നുമില്ല, ശൈത്താനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നുമില്ല. ചില ആളുകൾക്ക് പിശാചിനോട് വലിയ ഇഷ്ടമാണ്. പിശാച് അങ്ങനെ ചെയ്യും. അങ്ങനെ പറയരുത്. ഇഷ്ടമുള്ള മകനോട് ഒരു വാത്സല്യമുള്ള പിതാവ് പറയുന്ന മാതിരിയാണ്, നിങ്ങളെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ മകനെ പറ്റി അങ്ങനെ പറയരുത്, അങ്ങനെയൊന്നും ചെയ്യൂല, ഇങ്ങനെയൊന്നും ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോഴാണ് ചില ആളുകൾ അങ്ങനെ ചെയ്യൂല, ഇങ്ങനെ ചെയ്യൂല, പിശാചിനോടെന്തോ ഇഷ്ടമുള്ളതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പിശാചിനോടുള്ള ശത്രുതയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് തന്നെ കാണണം, ശത്രുവായിട്ട് തന്നെ കാണണം. ഒരു പ്രവാചക കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ പിശാചിൻ്റെ സ്വാധീനം എത്രയാണ്? പിശാച് മനുഷ്യനെ തെറ്റിക്കും. വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എൻ്റെ അടിമകളോട് പറയണം നല്ല വാക്കുകളെ പറയാവൂ, ഇല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും. കാരണം പിശാച് നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളെ എങ്ങനെ തമ്മിൽ തെറ്റിക്കാമെന്നാണ് പിശാച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിശാചിൻ്റെ മുഴുസമയ ചിന്തയും എന്താണ്? രണ്ടാളുകളെ തമ്മിൽ എങ്ങനെ തെറ്റിക്കാം, ഭാര്യയെയും ഭർത്താവിനെയും എങ്ങനെ തെറ്റിക്കാം, മാതാപിതാക്കളെയും മക്കളെയും എങ്ങനെ തെറ്റിക്കാം, സഹോദരങ്ങളെ എങ്ങനെ തെറ്റിക്കാം, സഹോദരിമാരെ എങ്ങനെ തെറ്റിക്കാം. ഇത് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ശൈത്താൻ, പിശാച്. ആ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകരുത് എന്ന വലിയ പാഠം ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ വലിയൊരു പാഠം, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ എത്ര വലുതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടി മരിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അതില്ലെങ്കിൽ പിന്നെ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതുണ്ടെങ്കിൽ ദുനിയാവിലൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം ഒരു രാജകൊട്ടാരത്തിലെ ഏറ്റവും സമുന്നതമായ പദവിയിലേക്ക് എത്തിയതിനു ശേഷം പറയുന്നത് എന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നു, അധികാരം തന്നു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള വല്ലാത്തൊരു കഴിവ് നൽകി. അങ്ങനെ വൈജ്ഞാനികമായും ഭൗതികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. നുബുവത്ത് നൽകി, ഹിക്മത്ത് നൽകി, സ്വപ്നവ്യാഖ്യാനം നൽകി, രാജാധികാരം നൽകി. ദുനിയാവും അതേപോലെ തന്നെ ദീനും ഒരുമിച്ച് നൽകിയിട്ടും പറയുന്നത് എന്താണ്? ഇതൊക്കെ ഉണ്ടെങ്കിലും തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ റബ്ബേ, ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. സ്വാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർക്കണേ റബ്ബേ മരണാനന്തരം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഒരു മുസ്ലിമായി മരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്, മുസ്ലിമായി മരിക്കണം, സ്വാലിഹീങ്ങളുടെ കൂടെ ചേരണം. അതിനാവശ്യമായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഇൽമും
കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ കാർന്നു തിന്നിരിക്കുന്ന ഷിർക്കിനെക്കുറിച്ച്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളിലുള്ള ഷിർക്കിനെക്കുറിച്ച് ഗൗരവത്തിൽ ഈ അധ്യായം ചർച്ച ചെയ്യുന്നുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, അതേ സന്ദർഭത്തിൽ ഷിർക്ക് കലർന്ന വിശ്വാസമാണ്, അവർ ഷിർക്കിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഷിർക്കിനെതിരെ പോരാടുന്ന ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രാധാന്യം ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിലുള്ളത്, ഇതാകുന്നു എൻ്റെ മാർഗം, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ അന വമൻ ഇത്തബഅനി. തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി ഞാനിതാ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ഈ മഹത്തായ ദഅവത്ത് ഏറ്റെടുത്തിരിക്കുന്നു. ആ നിലക്ക് തൗഹീദിലേക്കുള്ള ദഅവത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ്. അന വമൻ ഇത്തബഅനി എന്നാ പറഞ്ഞത്. പ്രവാചകൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത മുഴുവൻ മുസ്ലിമീങ്ങളും അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ. ഒരായത്താണെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ എത്തിച്ചു കൊടുക്കുന്ന ദഅവാ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം. അറിവിൻ്റെ മജ്ലിസുകളെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അറിവിൻ്റെ മജ്ലിസുകളെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഖുർആനിൻ്റെ തഫ്സീറുകൾ നിർവഹിക്കപ്പെടുന്ന മജ്ലിസുകൾ, ഹദീസുകൾ വിശദീകരിക്കുന്ന മജ്ലിസുകൾ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മജ്ലിസുകൾ, അത്തരം മജ്ലിസുകൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്നിറങ്ങും, തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും വലിയ പാപങ്ങൾ തൻ്റെ ചുമലിൽ വെച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം അത്രയും വലിയ തെറ്റ് ചെയ്ത ആളാണ്. പക്ഷേ അയാൾ ഒരു അറിവിൻ്റെ മജ്ലിസിൽ പോയി ഇരിക്കും, ഒരു ആലിമിൻ്റെ വാക്ക് കേൾക്കും, ആ ഇൽമ അയാളുടെ മനസ്സിൽ തറയ്ക്കും. പിന്നീട് ആ വ്യക്തിക്ക് തോന്നും, പടച്ചോനെ ഞാൻ വലിയ തെറ്റിലാണല്ലോ. അങ്ങനെ ആ വ്യക്തി ഖേദിക്കും, സങ്കടപ്പെടും, കരയും, തൗബ ചെയ്യും, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ പറയും. പിന്നീട് ആ വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു പാപവുമില്ലാത്തവനായി, പാപരഹിതനായി വീട്ടിലേക്ക് തിരിച്ചു കയറും. അറിവിൻ്റെ മജ്ലിസിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ അറിവിൻ്റെ മജ്ലിസുകളെ നിസ്സാരമായി കരുതരുത്. ഇതേപോലെയുള്ള ദർസുകളെ നമ്മൾ നിസ്സാരമായി കരുതരുത്. കാരണം തിഹാമ പർവ്വതം കണക്കെയുള്ള പാപങ്ങളും ഒരൊറ്റ ആളുടെ വാക്കുകൊണ്ട് തൗബയിലേക്ക് നമ്മെ എത്തിക്കുകയും ആ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നതാണ്. മഹാനായ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ദർസെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചർച്ച ചെയ്യുന്നത് വലിയ വലിയ ഫിഖ്ഹി മസ്അലകളാണ്. അപ്പം അദ്ദേഹത്തിന് തോന്നി, ഈ ഇരിക്കുന്ന ആൾക്ക്, കാരണം ബാക്കിയുള്ളവരൊക്കെ ത്വാലിബുൽ ഇൽമുകളാണ്, ഇദ്ദേഹം സാധാരണക്കാരനാണ്. അപ്പോൾ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഒരു മസ്അല താങ്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അറബി അറിയാഞ്ഞിട്ടല്ല, ദർസ് മനസ്സിലായിട്ടില്ല. അപ്പോൾ അറിയാതെ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു പോയി, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? ആ സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ഫീഹിം ജലീസുഹും ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഇൽമിൻ്റെ സദസ്സിൽ ആരിരുന്നാലും, അത് എന്താവശ്യത്തിന് വന്നിട്ടിരുന്നാലും ശരി, അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ ആ സദസ്സിലുണ്ടോ അവർക്കൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അവർക്ക് ദർസ് മനസ്സിലായാലും ശരി, ഇല്ലെങ്കിലും ശരി, വേറൊരാവശ്യത്തിന് വന്നപ്പോൾ ഇരുന്നതാണെങ്കിലും ശരി, അറിവിൻ്റെ മജ്ലിസിലിരിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന റസൂലുള്ള പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ സദസ്സിൽ ഇരുന്നോളാം. ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി കരഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ പഠിപ്പിക്കൽ നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു. കാരണം എന്നോട് മറന്നുപോയൊരു കാര്യം അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തി.
അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. വിജ്ഞാനത്തിൻ്റെ മജ്ലിസിൻ്റെ പ്രത്യേകത അതാണ്. അറിവുകളുടെ മജ്ലിസുകളെ അവഗണിക്കരുത്. ആ വിജ്ഞാനം നേടുകയും ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയും അന്ധകാരത്തിൽ കഴിയുന്ന വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ അന്ധകാരങ്ങളിൽ കഴിയുന്ന മനുഷ്യന് അറിവിൻ്റെ പ്രകാശം നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്ന വലിയ ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. നമ്മെപ്പോലെയുള്ള വലിയൊരു കൂട്ടായ്മക്ക് നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.